ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ G7 പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പോയതിനെ തുടർന്ന് G7 മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാ ഗ്ലോബൽ ലീഡേഴ്സിനെയും കണ്ട് സംസാരിച്ചു. അങ്ങനെ കണ്ട് സംസാരിച്ച് മടങ്ങാനിരിക്കുന്ന മോദിയെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്നൊരു കോള്. ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദി ഒന്ന് പറ്റുമെങ്കിൽ അമേരിക്ക സന്ദർശിക്കണം എന്നാണ് വിളിച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ, ഉടനെ തന്നെ കൊറേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു പ്രൈം മിനിസ്റ്റർ മോദി. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തൽക്കാലം അങ്ങോട്ട് വരാൻ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആസിം മുനീർ ഇന്ന് വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. അപ്പോൾ ആസിം മുനീറിനെ സന്ദർശിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിച്ച് അവിടെ ഇരുത്തി സംസാരിപ്പിച്ച് ഈ അമേരിക്കയിലെ പത്രമാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ അവിടെ ഈ മൈക്കൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രസ് മീറ്റ് ഉണ്ടല്ലോ, ആ പ്രസ് മീറ്റിലേക്ക് ആ കസേരയിൽ ഇരുത്തി മോദിയെ കൊണ്ട് പറയിക്കണമായിരുന്നു. എന്താണ്? പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പറയണമായിരുന്നു സ്റ്റേറ്റ്മെന്റ്. അതാണ് ശരിക്കും ട്രംപ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് ആ രീതിയിലല്ലെങ്കിലും തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാനെ ഇനി ഉപദ്രവിക്കരുതേ എന്നുള്ള നിലയിൽ ട്രംപ് വിളിച്ച കോള്, അതിനെ ഒരു ഫ്രണ്ട്ലി കോളായിട്ട് കൺസിഡർ ചെയ്ത് ഇന്ത്യ ആ ഒരു കോളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈസ് കൊടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു റിക്വസ്റ്റിന് വളരെ കൃത്യമായ മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ട്രംപിന് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ വിളി ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടും ബാക്ക് ടു ബാക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, ഇനി ആക്രമണം വേണ്ട എന്നുള്ള നിലയിൽ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും തുടർച്ചയായിട്ട് റിക്വസ്റ്റുകൾ വന്നതിനെ തുടർന്നാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചത്, സീസ് ഫയറിലേക്ക് പോയത്. അല്ലാതെ അമേരിക്ക വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൂല്യങ്ങളെ വിറ്റുകൊണ്ടുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടോ അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദി ട്രംപിനെ ഈ ഇയർ എൻഡിൽ നടക്കാൻ പോകുന്ന ക്വാഡ് സബ്മിറ്റ്, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വാഡ് സബ്മിറ്റിന് ട്രംപ് വരണമെന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവിറ്റേഷൻ ട്രംപ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈഗർനെസ്സോട് കൂടിയാണ് കേട്ടത്, വളരെ താല്പര്യത്തോടു കൂടിയാണ് കേട്ടത്. വരാമെന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ട് ഓഫ് ടെററിസം വിൽ ബി കൺസിഡേർഡ് ആസ് ആക്ട് ഓഫ് വാർ എന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ, അമേരിക്ക ആസിം മുനീറിനെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവിനെ വിളിച്ച് വൈറ്റ് ഹൗസിൽ ഇരുത്തി സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്നുള്ളത് G7 ഉച്ചകോടിയിൽ പ്രൈം മിനിസ്റ്റർ മോദി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായി അത് ആരെ പറഞ്ഞെന്നുള്ളത്. അമേരിക്കയിലെ ട്രംപിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആസിം മുനീറിന്റെ അമേരിക്കൻ പര്യടനത്തിനെ തുടർന്നാണ് ഈ ഒരു കമന്റ് ഇന്ത്യ പാസ്സാക്കിയിരിക്കുന്നത്. ഇന്ത്യയും കാനഡയും G7 സൈഡ് ലൈനിൽ നടത്തിയ മീറ്റിംഗിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഹൈ കമ്മീഷണേഴ്സ്, രണ്ട് എംബസികളും, ഇന്ത്യൻ എംബസിയും കനേഡിയൻ എംബസിയും അതാത് ഹൈ കമ്മീഷണേഴ്സിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കുറെ മാസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിൻ ട്രൂഡോയുടെ മണ്ടത്തരം കൊണ്ട് രണ്ട് രാജ്യങ്ങളും എംബസിയിലെ ഹൈ കമ്മീഷണർമാരെ തിരികെ വിളിച്ചിരുന്നു. അതിനുശേഷം കാനഡയ്ക്കും ഇന്ത്യക്കും തമ്മിൽ നല്ലൊരു ബന്ധമില്ല, അങ്ങനെ തന്നെ പറയാം. ഈ മൊമെന്റ് വരെ, ഈ G7 മീറ്റിംഗിൽ പ്രൈം മിനിസ്റ്റർ മോദി പങ്കെടുക്കുന്ന ആ മൊമെന്റ് വരെ നല്ലൊരു ബന്ധമില്ല. ഇനിയും നല്ലൊരു ബന്ധം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല. കാരണം ഖാലിസ്ഥാനികളുടെ അതിതീവ്രമായ നിലയിലുള്ള തൊഴുത്തിൽ കുത്ത് കാനഡയ്ക്കുള്ളിൽ തുടരുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് കാനഡയാണ് വൺ ഓഫ് ദ മെജോറിറ്റി കൺട്രി. ഈ ആൾക്കാർക്ക്, അതായത് ഈ ഖാലിസ്ഥാനികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു രാജ്യം കൂടിയാണ് കാനഡ. അവിടുത്തെ പാർലമെന്റിൽ നിർണായകമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ആൾക്കാർ കൂടിയാണ് ഈ ഒരു ഖാലിസ്ഥാനികൾ. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ചാരന്മാർ തന്നെയാണ് ഈ ഖാലിസ്ഥാനികൾ. അല്ലാതെ ഇന്ത്യയിലുള്ള പഞ്ചാബികൾക്കൊന്നും ഈ രീതിയിലുള്ള ചിന്താഗതിയൊന്നുമില്ല. ഇന്ത്യക്കുള്ളിൽ ചില വിഷവിത്തുക്കളെ ഇവര് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കടത്തിവിട്ട് ഇവിടെയും ചില സമയങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫ്ലാഗും അത് ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെയാണല്ലോ റെഡ് ഫോർട്ടിൽ വരെ ഇവർ ഇന്ത്യൻ പതാക താഴ്ത്തിയിട്ട് ഖാലിസ്ഥാനികളുടെ കൊടി പൊക്കിയത്. ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഇവരുടെ അജണ്ടയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ്, ഇവരുടെ ഫണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ മുന്നിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാനഡയും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ശക്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്.
ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇന്നലത്തെ ആ ഒരു പ്രൈമറി മീറ്റിംഗ് കഴിഞ്ഞ പാട് തന്നെ രണ്ട് രാജ്യങ്ങളും ഹൈ കമ്മീഷണേഴ്സിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ചർച്ച തുടങ്ങിയത് പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് മാനറിലാണ് രണ്ട് ലീഡേഴ്സും സംസാരിച്ച് തുടങ്ങിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ എല്ലാ രാജ്യങ്ങളോടും സംസാരിക്കുന്ന പോലെ വളരെ കൂളായിട്ട് പോയിട്ട് ഹായ് ബൈ ആ റിലേഷൻഷിപ്പ് അല്ല. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ മോദി വളരെ കൂളായിട്ട് വളരെ കാഷ്വലായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് ആയിക്കോട്ടെ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക്, അത് പുതിയതായിട്ട് ഇപ്പോഴാണ് മോദിയെ മീറ്റ് ചെയ്യുന്നത്. അതും ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇന്ത്യ കണക്കാക്കിയിരിക്കുന്നത്. കാരണം ജർമ്മനിയുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നു ഇന്ത്യൻ സ്റ്റുഡൻസിനെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ മേഴ്സ് ഫ്രെഡറിക്കുമായിട്ടും ഒരു നീണ്ട ചർച്ച തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ 51ാമത്തെ G7 സബ്മിറ്റ് ഇന്ത്യക്ക് എന്തായാലും ഗുണകരമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പിന്നെ ഈ ഖാലിസ്ഥാനികളുടെ ഇഷ്യൂ എങ്ങനെ മാനേജ് ചെയ്ത് കാനഡ ഇന്ത്യയുമായിട്ടുള്ള ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് എങ്ങനെ മെച്ചപ്പെടുത്തും എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ഈ മാർക്ക് കർണയുടെ കഴിവനുസരിച്ചിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോയെ പോലത്തെ ഒരു കഴിവുകെട്ട പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം അവന്മാര് ഇങ്ങനെ കഴുത്തിൽ മുറുക്കി അങ്ങ് പിടിക്കും ഖാലിസ്ഥാനികൾ. കാരണം ഈ ലിബറൽ പാർട്ടിയിൽ ഖാലിസ്ഥാനികളുടെ സ്വാധീനം അത്രമേലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഇപ്പൊ ഇന്ത്യയുമായിട്ട് നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മെച്ചപ്പെടുന്നതൊക്കെ കാനഡയിൽ അവിടെ ലിബറൽ പാർട്ടിക്കുള്ളിൽ പല തരത്തിലുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനെയൊക്കെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കേണ്ടത് മാർക്ക് കർണയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല, ഇന്ത്യക്കുള്ളിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പ്രൈം മിനിസ്റ്റർ മോദി കാനഡ സന്ദർശനം കഴിഞ്ഞ് G7 സബ്മിറ്റ് തീർത്ത് കൊറേഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. കൊറേഷ്യയിലെത്തി വാം വെൽക്കം തന്നെയായിരുന്നു. കൊറേഷ്യയിലെ ഫോറിൻ മിനിസ്ട്രി തീവ്രവാദത്തിനെതിരെ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെ അഭിനന്ദിച്ച് സംസാരിക്കുകയും ഇന്ത്യയിൽ നടന്ന പഹൽഗാം ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യ എടുക്കുന്ന തീവ്രവാദത്തിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടുള്ള ഒരു കൺസെന്റ് ആണ് നമുക്ക് തന്നത്. ഈ കൊറേഷ്യയുടെ ഗവൺമെന്റിൽ നിന്നും ഒഫീഷ്യലി പ്രിന്റ് ചെയ്ത് ഡോക്യുമെന്റ് ആക്കി കൊറേഷ്യയിൽ ഇന്ത്യൻ ഫോറിൻ അംബാസഡർ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള അരുൺ ഗോയലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസിന് കൊടുത്തതും വായിച്ചു കഴിപ്പിച്ചതും. 72 മണിക്കൂറായിട്ട് F-35 ഇന്ത്യയിൽ തന്നെ കിടക്കുകയാണ്. ഇതുവരെ F-35 ട്രിവാൻഡ്രം വിടാൻ പറ്റിയിട്ടില്ല. നമ്മൾ അന്ന് തന്നെ ഇത് പോവും എന്നാണ് നമ്മൾ വാർത്തയൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഡിപ്ലോമാറ്റിക് ക്ലാഷ് ആണോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പെർമിഷൻ ഇല്ലാതെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇന്ത്യ ഇതിനെ ഏതെങ്കിലും രീതിയിൽ സ്ട്രാറ്റജിക് ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇത്രമാത്രം പവർഫുൾ ആണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അങ്ങനെ പോകാൻ പറ്റില്ല, ഇവിടെ ചില പ്രൊസീഡിങ്സ് ഉണ്ട്, ഇവിടെ ചില SOPs ഉണ്ട് എന്ന് മറ്റുള്ള രാജ്യത്തിനെ, അതായത് UK-നെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിംഗ്സ് ആയിട്ട് നടക്കുന്നതാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് UK ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇന്റലിജൻസിന്റെ കൺഫർമേഷൻ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡേറ്റ കിട്ടേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വിടൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും 1-2 ദിവസങ്ങളിൽ. കാരണം ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇപ്പൊ UK-യുടെ ഭാഗത്തു നിന്ന് അറ്റ്ലീസ്റ്റ് UK-യുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ UK-യുടെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഹയർ ഒഫീഷ്യൽസുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്ന് ഒരു കൺസെന്റ് കിട്ടിയാൽ മാത്രമായിരിക്കും ഈ F-35 ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങോട്ട് വന്നു ചോദിച്ചാൽ റെഡ് സീ ലക്ഷ്യമാക്കി പോകുന്നതിന്റെ ഇടയിലാണ് ഇത് സംഭവിച്ചെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് ഇത് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് എസ്കോർട്ട് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൺഫർമേഷൻസ് ഒന്നുമില്ല. കാരണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് എസ്കോർട്ട് പോയ ഒരു F-35 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്തേനെ. കാരണം അതിൽ ഇസ്രായേൽ ഇടപെടും. ഇത് തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇത് ഹൂത്തികളെ ലക്ഷ്യമാക്കി നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഈ റെഡ് സീയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾറെഡി തന്നെ അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമൻ റെഡ് സീ വിട്ട സമയത്ത് ഈ നാറ്റോ സഖ്യങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ, യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റൂട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ അന്നോട്ട് തന്നെ ഈ വാർഷിപ്പുകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ മേഖലകളിലായിട്ട് ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇത് ഇന്ത്യൻ ഓഷന്റെ സൈഡിൽ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എനിവേ എന്തായാലും ഫർദർ ഡീറ്റെയിൽസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വെളിയിൽ വരുള്ളൂ. കാരണം ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അത്ര പെട്ടെന്ന് പുറത്തു വരില്ല. കാരണം ഇത് ആർമി, ഡിഫൻസ്, ഇന്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സുരക്ഷ, സെക്യൂരിറ്റി റീസൺ, നാഷണൽ സെക്യൂരിറ്റിയുടെ ഒക്കെ റീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഡിലേഡ് ആയിട്ടായിരിക്കും ഈ ഇൻഫർമേഷൻസ് വരുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം റെഡ് സീ ആണ് ഇതിന്റെ ടാർഗറ്റ് ലൊക്കേഷനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. റെഡ് സീയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു പരീക്ഷണ പറക്കൽ നടത്തിയതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു പിഴവാണെന്നാണ് ഇപ്പം പൊതുവിൽ പറഞ്ഞു വെക്കുന്നത്. മിക്കവാറും ഉടനെ തന്നെ ആ ഒരു F-35 റിലീസ് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വോൾക്കർ തുർക്ക്, ഈ പേര് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് ഓഫ് പേഴ്സൺ ആണ് ഈ വോൾക്കർ തുർക്ക് എന്ന് പറഞ്ഞ വ്യക്തി. ഇയാൾ എപ്പോഴും ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും ഇന്ത്യയിലെ ഈ പോവേർട്ടി ഇൻഡെക്സിനെ കുറിച്ച്, ഇന്ത്യയിലെ ഹാപ്പിനെസിനെ കുറിച്ചൊക്കെ എപ്പോഴും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വോൾക്കർ തുർക്ക് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പം ഇയാള് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം തന്നെ ഏറ്റവും ജെന്യൂൻ ആയിട്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൈനയെ കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയെ മുട്ടുകുത്തിപ്പിച്ച് ചൈന ഈ ഒരു താരിഫ് വാറിൽ, ഇത് അമേരിക്ക ഓപ്പണായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്. അത് ഗ്ലോബലി തന്നെ എല്ലാവരും കണ്ട വിഷയവുമാണ്. ബാക്ക് ടു ബാക്ക് അങ്ങോട്ട് ആർഗ്യുമെന്റ് ചെയ്ത് അവസാനം ഒരു ഫോൺ കോൾ ചെയ്ത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്ത് റെയർ എർത്ത് മിനറൽസ് എങ്ങനെയെങ്കിലും അയക്കണം എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് വാർത്താ മാധ്യമങ്ങളുടെ കോളത്തിൽ നിന്നൊക്കെ ചൈന, US എന്ന് പറഞ്ഞുള്ള ആ വിഷയം തന്നെ എടുത്തു മാറ്റപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക തീർച്ചയായിട്ടും ഇത് ഒരു വാശിയായിട്ട് തന്നെ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയെ ഇങ്ങോട്ട് വന്ന് റെയർ എർത്ത് മിനറൽ അയക്കണം എന്നൊക്കെ പറയിപ്പിച്ചതല്ലേ ചൈന. അപ്പൊ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ അവർ മുന്നോട്ട് തുടരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി. യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ആ രീതിയിൽ അമേരിക്ക കളി തുടങ്ങിയിട്ടുണ്ട്. ആ കളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ചൈനയ്ക്കെതിരെ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് തന്നെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സിനെ വെച്ചിട്ട്, ആ ഡിപ്പാർട്ട്മെന്റിനെ വെച്ചിട്ട് ചൈനയ്ക്കെതിരെയുള്ള കളി തുടങ്ങിയിരിക്കുകയാണ്. ചൈനയുടെ വീക്ക്നെസ് ഏതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ വീക്ക്നെസ്സുകളിൽ, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്കും കൂടി കൺവിൻസ് ആവണം. അതായത് ആഗോളതലത്തിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്കും കൂടി കൺവിൻസ്ഡ് ആവണം. അപ്പൊ അങ്ങനെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വോൾക്കർ തുർക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ടിബറ്റ് മേഖലയിലും ഷിങ്ജിയാങ് പ്രൊവിൻസിലും നടത്തുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതിനെതിരെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെയും റിലീസ് ചെയ്യുക. ലീഗലായിട്ട് എന്തെങ്കിലും കേസിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ചൈനയുടെ ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ട് സാധാരണ കാഷ്വലി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ വിചാരണ നടത്തുന്നത് അതേപോലെ ഓപ്പൺ ആയിട്ട് വിചാരണ ചെയ്യുക. അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉറപ്പുവരുത്തുക. ലീഗലായ കാര്യങ്ങൾ ലീഗലായിട്ട് ചെയ്യുക. അല്ലാതെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഡീറ്റെയിൻ ചെയ്യുന്ന പരിപാടി നിർത്തുക. ഇതൊക്കെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള പ്രവൃത്തി എന്നാണ് ഈ വോൾക്കർ തുർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ ഇപ്പൊ ചൈനയ്ക്കെതിരെയുള്ള ആരോപണമായിട്ട് ഇത് വന്നാൽ തന്നെയും അമേരിക്കയ്ക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ച് ഈ ഒരു വോൾക്കർ തുർക്ക് ഇപ്പോഴെങ്കിലും ഒരു കാര്യം വളരെ ശക്തമായിട്ട് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഇയാളുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് കോപ്പി ചെയ്ത് ഈ വർഷം കൊടുക്കുക, പിന്നെ ഈ വർഷത്തെ റിപ്പോർട്ട് കോപ്പി ചെയ്ത് അടുത്ത വർഷം കൊടുക്കുക. ഇതാണ് ഇയാളുടെ ജോലി. ഒരു പണിയില്ല. അതാണ് വാസ്തവം. ഈ വോൾക്കർ തുർക്കിന് ഒരു പണിയില്ല. ഇയാളുടെ കീഴിൽ ഒരുപാട് ടീമുണ്ട്. അവരാണ് വല്ലപ്പോഴും കൂടെ എന്തെങ്കിലുമൊക്കെ NGOസിനൊക്കെ പൈസ കൊടുത്ത് അവരൊക്കെ പോയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. പല NGOസിനെയും വെച്ചിട്ടാണ് ഇവർ റിപ്പോർട്ടുകൾ തന്നെ എടുക്കുന്നത്. അതാണ് UN ഈ റിപ്പോർട്ടിന്റെ ഒരു സ്ഥിതിഗതികൾ. പക്ഷേ ഈ ചൈന ഈ പ്രവൃത്തി ഈ ഷിങ്ജിയാങ് പ്രൊവിൻസിലും ടിബറ്റിലും പല രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ തുടരുന്നുള്ളത് പണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ടിബറ്റിന്റെ ബോർഡറിൽ, പിന്നെ നേപ്പാളിന്റെ ബോർഡറിലും, നേപ്പാൾ ടിബറ്റ് ബോർഡറിലൊക്കെ വലിയ രീതിയിലുള്ള ഗേറ്റും അവിടെയൊക്കെ ഡീറ്റെയിൻ സെന്ററുകളൊക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ചൈനയ്ക്കുള്ള പണി ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്ക വേറൊരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആക്സിയോം 4 എന്ന് പറഞ്ഞ ഒരു മിഷൻ, ഇത് ISS ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് 4 ക്രൂ മെമ്പേഴ്സിനെ എത്തിക്കുന്നതാണ്, 4 ആസ്ട്രോനോട്ട്സിനെ എത്തിക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ തവണ സുനിത വില്യംസ് പോയിട്ട് 1 വർഷത്തിലേറെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്സിയോം 4 ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്രോസ് ചെക്കും വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് ഒരു കോൺഫിഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ആക്സിയോം 4 ഇതുവരെ പൊങ്ങി പോവാത്തത്. നാസയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടർ. അതിനുശേഷം ഒരുപാട് സപ്പോർട്ടീവ് മെഷേഴ്സ് വേണ്ടി വന്ന് സ്പേസ് എക്സ് ഇതിന്റെ ഉള്ളിൽ വന്നു. ഇനിയിപ്പോൾ അടുത്ത് ലാസ്റ്റ് മൊമെന്റിൽ ISROയും കൂടെ ഇപ്പൊ ഇതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ്. ISRO, നാസ, സ്പേസ് എക്സ് ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു ആക്സിയോം 4 എന്ന് പറഞ്ഞ ഈ ഒരു മിഷൻ നടപ്പിലാക്കാനിരിക്കുന്നത്. വീണ്ടും അത് പോസ്റ്റ്പോൺ ചെയ്ത് ലിഫ്റ്റ് ഓഫ് പറയുന്നത് 22 തീയതി, ജൂൺ 22 തീയതിക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇനിയിപ്പോൾ ഇത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതായത് ക്ലൈമറ്റ് ഇഷ്യൂസ് പറയുന്നുണ്ട്, അതേപോലെ പലതരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് പറയുന്നുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജൂൺ 22-ാം തീയതി ലിഫ്റ്റ് ഓഫ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ ഈ പഹൽഗാം ആക്രമണത്തിനെ ചൊല്ലി, അതേപോലെ അമേരിക്ക ഈ പാകിസ്ഥാന്റെ ആർമി ജനറൽ ആയിട്ടുള്ള ആസിം മുനീറിനെ വിളിച്ചു വരുത്തി ഡിസ്കഷനിൽ ഏർപ്പെട്ടത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചൈനയുടെ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് ഏത് രീതിയിലാണ് പാകിസ്ഥാനെ അവർ സപ്പോർട്ട് ചെയ്തത്, ഏത് രീതിയിലാണ് അവരുടെ മിലിറ്ററി കോപ്പറേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം കൺസേണോടുകൂടി ഇന്ന് പാർലമെന്റിന്റെ ഉള്ളിൽ ഡിസ്കഷൻസ്, നല്ല രീതിയിലുള്ള ഡിസ്കഷനാണ് നടന്നത്. കാരണം അതൊരു ഹെൽത്തി ഡിസ്കഷനാണ്. കാര്യം ഈ ഒരു ആൾ പാർട്ടി മെമ്പേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഹൽഗാം അറ്റാക്കിന്റെ ഈ ഒരു ഭീകരതയെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻസും കംപ്ലീറ്റ് വിശദ വിവരങ്ങളും ഈ പാർലമെന്റ് മെമ്പേഴ്സിന്, ഇൻക്ലൂഡിംഗ് ഓപ്പോസിറ്റ് പാർട്ടിയിൽപ്പെട്ട എം പിമാർക്കെല്ലാം വളരെ വ്യക്തമാണ്. അപ്പൊ ആ ഒരു പരിപാടി സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത് വളരെ നല്ലതാണ്. അവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പല രീതിയിലുള്ള പോയിന്റ്സുകളാണ് ഇവരെല്ലാം തന്നെ പുറത്ത് പറഞ്ഞത്. അപ്പൊ അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പൊ അതിലൊരു അഭിപ്രായമാണ് ചൈനയെ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ചൈനയുടെ ഈ ഒരു മിലിറ്ററി ഇൻവോൾവ്മെന്റ് ഇൻ പാകിസ്ഥാൻ അത് ഡേഞ്ചറാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ചൈനയെ വീണ്ടും ഒരു ബിസിനസ് പാർട്ണറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് പല കാര്യങ്ങളും, പല സ്പെയർ പാർട്സുകളും, പല ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ലിഥിയം പർച്ചേസ് ഓസ്ട്രേലിയയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് മാക്സിമം ഇച്ചിരി കോസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല, ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയിൽ കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ് വേറെ ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്തിനെ ആശ്രയിക്കാമെന്നാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ചൈനയിൽ നിന്നുമുള്ള ഇമ്പോർട്ട് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മുടെ മെയിൻ ചാനലിൽ വരുന്നതാണ്. ഇൻസൈറ്റ്സ് മലയാളം എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.